മുല്ലപ്പെരിയാർ വിഷയത്തെ കുളമാക്കിയതാര്? നമസ്കാരം. പതിറ്റാണ്ടുകളായി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയെക്കുറിച്ച് വളരെയേറെ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി ഉൾപ്പെടെ ധാരാളം കേസുകൾ നടന്നു. അതിൻ്റെ അന്തിമ വിധി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വയനാട് ദുരന്തം വീണ്ടും ഉണ്ടാകുന്നത്. ആ വയനാട് ദുരന്തത്തിൽ നൂറുകണക്കിന് നിരപരാധികൾ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതെയായി. അവരുടെ ജീവനും സ്വത്തുവകളുമെല്ലാം നശിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. അതിനുശേഷം കേരളത്തിലെ 6ഓളം ജില്ലകളിൽ വരുന്ന കോടിക്കണക്കിന് ആളുകളുടെ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയെ ചൊല്ലി. വീണ്ടും ആ മുല്ലപ്പെരിയാർ വിഷയം ചർച്ചാ വിഷയമാകുകയും കേരളത്തിലെ തന്നെ സുപ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇതാ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരികയും എല്ലാ പത്രമാധ്യമങ്ങളും ആ വിഷയത്തെക്കുറിച്ച് മാത്രമായി ചർച്ച. ഫലത്തിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആ ചർച്ചകൾ പൊടുന്നനെ മാധ്യമങ്ങളിൽ നിന്ന് ഇല്ലാതായി. കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനെയും ബാധിക്കുന്ന ആ വിഷയം വീണ്ടും വിസ്മൃതിയിലാണ്ട് പോകാതിരിക്കുവാൻ i2i ന്യൂസ് വീണ്ടും ഇതാ ഇന്ന് ഈ വളരെ സുപ്രധാനമായ ഈ വിഷയത്തെക്കുറിച്ചൊരു ചർച്ച സംഘടിപ്പിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് സുപ്രീം കോടതി സീനിയർ ലോയർ മാത്യൂസ് ജെ നെടുമ്പാറയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വയനാട് ദുരന്തത്തിന് ശേഷം വീണ്ടും വർഷങ്ങൾക്ക് ശേഷം മലയാളികളുടെ മനസ്സിൽ ആ ഒരു ആശങ്ക വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആ സമീപവാസികൾക്കും പ്രത്യേകിച്ച് ഒരു 5-6 ജില്ലയിലുള്ള ജനങ്ങൾക്ക് വളരെ ഭീതികരമായൊരു അവസ്ഥയിലാണ്. അന്നേരം യഥാർത്ഥത്തിൽ 2 സംസ്ഥാനങ്ങൾ തമ്മിൽ സംസാരിച്ച് റിസോൾവ് ചെയ്യാവുന്ന ഒരു ഇഷ്യൂ ഇന്ന് കാണുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു പരിഹാരമില്ലാത്ത ഒരു ഇഷ്യൂവായി മാറിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇത് ഒരു ലിറ്റിഗേഷനിലേക്ക് പോയത് കൊണ്ടാണ് എന്നങ്ങേക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ PIL വളരെ പോപ്പുലറാണ്. പക്ഷേ PIL വലിയ അപകടം പിടിച്ച കാര്യമാണ്. ഇപ്പം മുല്ലപ്പെരിയാർ വിഷയം താങ്കൾ പറഞ്ഞ പോലെ അത് 2 സംസ്ഥാന ഗവൺമെൻറ്റും അത് കേന്ദ്രം ഇടപെട്ട് അത് സമാധാനപരമായിട്ട് അത് പരിഹരിക്കപ്പെട്ടു പോയേനെ. അപ്പോൾ 2001 സേവ് മുല്ലപ്പെരിയാർ ഫോറം അത് PIL ഫയലായിരുന്നു. അപ്പോൾ PIL ഫയൽ ചെയ്യേണ്ട കാരണം പ്രധാനമായിട്ട് പറഞ്ഞ് ഡാം അൺസേഫാണ്. അപ്പോൾ സുപ്രീം കോടതി ഉടനെ ആ PIL എൻ്റർടൈൻ ചെയ്തു. സുപ്രീം കോടതി തമിഴ്നാട് നോട്ടീസ് അയച്ചു, കേസിൽ വാദം നടന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2006 സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു. ആ വിധി പറഞ്ഞു വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാം സേഫാണ്. അതിൻ്റെ വാട്ടർ ലെവൽ 136 140 വരെ ആക്കാം. പിന്നീട് ഫർദർ റിപ്പയേഴ്സൊക്കെ നടത്തി 152 വരെ ഉയർത്താം. അപ്പോൾ ഈ ജഡ്മെൻറ്റ് ഒന്ന് നോക്കുള്ളൂ. ഈ ജഡ്മെൻറ്റിനകത്ത് ഈ ഡാമിൻ്റെ സേഫ്റ്റിയെ പറ്റിയാണ് ഈ ജഡ്മെൻറ്റ് വിഷയം. അത് ആ വിഷയത്തിലാണ് കോടതി പോയത്. പക്ഷേ ജഡ്മെൻറ്റിനകത്ത് ആകെ ഒരു പാരഗ്രാഫ് മാത്രമേ, പാരഗ്രാഫ് 30, ഇത് ഗൂഗിളിൽ ആർക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. മുല്ലപ്പെരിയാർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഫോറം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2006 3 SEC 643. അവരുടെ മേജർ കൺസേൺ എന്ന് പറയുന്നത് ഡാമിൻ്റെ സേഫ്റ്റി ആയിരുന്നു. അതെ, ആ ഡാമിൻ്റെ സേഫ്റ്റിയെ പറ്റി ഫയൽ ചെയ്ത പെറ്റീഷനകത്ത് ഈ സേഫ്റ്റിയെ പറ്റി ഒരു പാരഗ്രാഫ് മാത്രമേ ഡിസ്കഷനുള്ളൂ. ആർക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ അതിനകത്ത് പാരഗ്രാഫ് 30 കോടതി പറയുന്നു ഡാം സേഫാണ്. 1. 2, ഇനി ഡാം സേഫ് അല്ല, ഇനി ഡാം തകർന്നാൽ തന്നെ ആ പ്രളയജലം പെരിയാർ നദിയിൽ കൂടെ തന്നെ ഒഴുകി കൃത്യമായി ഇടുക്കി ഡാമിൽ ചെല്ലുകയും ആ ഇടുക്കി ഡാമിന് ആ വെള്ളം മുഴുവനും ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്നും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അന്നേരം ഈ 2006 ജഡ്ജ്മെൻറ്റിൻ്റെ വിധി എന്ന് പറഞ്ഞ ഈ 2 കാര്യങ്ങൾ, ഡാം സേഫാണ്, ഇനി ഡാം തകർന്നാൽ തന്നെ വെള്ളം പെരിയാർ നദിയിൽ കൂടെ തന്നെ ഒഴുകി ഇടുക്കി ഡാമിൽ ചെല്ലും. ആ ഇടുക്കി ഡാമിനകത്ത് ഈ വെള്ളം മുഴുവനും അത് ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് നിങ്ങളാരും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ കേരള ഗവൺമെൻറ്റിന് തോന്നിയ ഈ വിധി വലിയ അബദ്ധമാണ്. അപ്പോൾ വിധി അബദ്ധമാണെന്ന് എനിക്കറിയില്ല, സത്യം പറയട്ടെ. ഞാൻ ഈ 2022 എൻ്റെ അടുത്ത് ഒരു അജയ് ജോസ് എന്നൊരു കോൺട്രാക്റ്റാണ്, ഒരു സിവിൽ എഞ്ചിനീയറാണ്. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇത് ഡാം അൺസേഫാണ് സാറേ, ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. കാരണം എന്താ,
സുപ്രീം കോടതി വരെ സുപ്രീം കോടതിയുടെ വിധി വന്നു. എനിക്കറിയാം 2014 സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ വിധിയുണ്ട്. എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. ഏതായാലും പുള്ളി പോയി കഴിഞ്ഞ ശേഷം ഈ ജഡ്ജ്മെൻറ്റ് ഒന്ന് വായിച്ചു നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ജഡ്ജ്മെൻറ്റ് അങ്ങനെയാണ് 2014 ജഡ്ജ്മെൻറ്റ് അല്ല 14 ആദ്യം ഞാൻ വായിക്കുന്നത് 14 സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത് 5 ജഡ്ജ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ വിധി. അപ്പോൾ 2014-12 SEC 696 അത് ചീഫ് ജസ്റ്റിസ് ലോധ, അങ്ങനെ ബോംബെ ഹൈക്കോടതി ഉണ്ടായിരുന്ന ജഡ്ജാണ്. അങ്ങനെ മിടുക്കനായ ജഡ്ജാണ്. അപ്പോൾ അങ്ങനെ ജഡ്ജ്മെൻറ്റ് ഈ ജഡ്ജ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഭഗവാനെ ഇത് അപകടത്തിലാണല്ലോ എന്ന് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് സാറിന് അങ്ങനെ ഒരു തോന്നൽ? കാരണം ഞാൻ വിചാരിച്ചു ഇത് സത്യമേ ഇത്രയും വലിയ അബദ്ധം എങ്ങനെയാണ് പറ്റുക. ഈ ജഡ്ജ്മെൻറ്റ് പറയും 2 കാര്യങ്ങൾ മാത്രമേ ജഡ്ജ്മെൻറ്റ് പറയുന്നുള്ളൂ. ഒന്ന്, ഞങ്ങളുടെ 2006 സുപ്രീം കോടതിയിൽ 3-5 ബെഞ്ച് ഈ ഡാം സേഫാന്ന് പറഞ്ഞു. ആ തീരുമാനം റെസ്റ്റുഡിക്കേറ്റാണ്, അത് ഫൈനലാണ്, ബൈൻഡിങ് ആണ്, ഒതറിറ്റേറ്റീവാണ്. അതുകൊണ്ട് ഒരിക്കലും ഇനിയും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. നമ്പർ 1. നമ്പർ 2, ഈ കേരള ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമ ഭേദഗതി ഞങ്ങളുടെ ജുഡീഷ്യൽ പവറിനുള്ള ഒരു കടന്നുകയറ്റം, ഉഷർപ്പേഷൻ ഓഫ് ജുഡീഷ്യൽ പവർ. അപ്പോൾ കോടതിക്ക് ചൊടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു തീരുമാനം പറഞ്ഞു അത് റദ്ദാക്കാൻ. ഈ കേരള ഗവൺമെൻറ്റിന് ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നത് ഈ സുപ്രീം കോടതി വിധി റദ്ദാക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു കേസ്, ഞങ്ങളുടെ വിധി എങ്ങനെ ഈ ഒരു നിയമസഭ ഗവൺമെൻറ് സർക്കാർ എങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി റദ്ദാക്കുക, അത് ഞങ്ങളുടെ അധികാരപരിധിയുള്ള ജുഡീഷ്യറിയുടെ അധികാരപരിധിയുള്ള അത് കടന്നേറ്റമാണ്. അപ്പോൾ ആ ആംഗിളിലാണ് കോടതി പോയത്. കടന്നേറ്റമാണെന്ന് വിധിച്ചു. ആ അമെൻമെൻറ്റ് സെറ്റിസൈഡ് ചെയ്തു. 1. 2, കോടതി പറഞ്ഞു 2006 വിധി റെസ്റ്റുഡിക്കേറ്റാണ്. അതുകൊണ്ട് ആ വിധി ലോകാവസാനം വരെ നിലനിൽക്കും. അപ്പോൾ ഇതിനകത്ത് ഇത് നമ്മുടെ കോടതി വിധികളുടെ എല്ലാം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിധി തന്നെ നോക്കൂ. ഇത് എത്ര പാരഗ്രാഫുണ്ട്? ഇത് 232 പാരഗ്രാഫുണ്ട്. ജഡ്ജ്മെൻറ്റ് 2014. അതെ, ഈ 200 സാധാരണ ജഡ്ജ്മെൻറ്റുകളെല്ലാം ഇങ്ങനെ ഇത്രയും വലിയ നീണ്ട പ്രബന്ധങ്ങളായതുകൊണ്ട് സാധാരണക്കാരും വായിക്കില്ല. ഈ വക്കീലന്മാർ തന്നെ വായിക്കണമെങ്കിൽ എന്തെങ്കിലും നമുക്ക് കേസുമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ 77 ലക്ഷം ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഒരു ജഡ്ജ്മെൻറ്റ് അവരെ ജഡ്ജ്മെൻറ്റ് റിപ്പോർട്ട് ജഡ്ജ്മെൻറ്റ് ഉണ്ടെന്ന് പറയുന്നു. അത് ഒരു ജഡ്ജ്മെൻറ്റ് 100 പേജ് ഒന്ന് വിചാരിക്കുക. 100 പേജുണ്ട്, എത്ര കോടി പേജസാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ നിയമം എന്ന് പറയുന്നത് 70 കോടി പേജുകളിൽ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത് ജഡ്ജ്മെൻറ്റ് അങ്ങനെ സാധാരണ വായിക്കില്ല. അപ്പോൾ ഞാൻ ഈ അജയ് ജോസ് വരികയും അങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അങ്ങനെ വരികയും എനിക്ക് എൻ്റെ ഓർമ്മ ശരിയായിട്ട് ഫീസ് തരികയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കേസ് വാങ്ങിക്കാൻ ജഡ്ജ്മെൻറ്റ് വായിച്ചു വാങ്ങാൻ തയ്യാറായത്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് വായിച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വലിയ അബദ്ധമാണ്. അപ്പം അത് 2014 ജഡ്ജ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നാൽ പിന്നെ എനിക്ക് ജഡ്ജ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അബദ്ധം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എനിക്കതിനകത്തൊരു ക്യൂരിയോസിറ്റി ആയി, അതിനകത്ത് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള മനസ്സിൽ വന്നു. ഉടനെ 2006 ജഡ്ജ്മെൻറ്റ് വായിച്ചു. അപ്പോൾ 2006 ജഡ്ജ്മെൻറ്റ് വായിക്കുമ്പോഴാണ് പറയുന്നത് ഇടുക്കി ഡാം മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഒന്നും ഭയപ്പെടേണ്ട, ആ വെള്ളം നേരെ പെരിയാർ നദിയിൽ കൂടെ തന്നെ ഇടുക്കി ഡാമിനെത്തും. ആ ഡാമിനത് മുഴുവനും ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ വണ്ടിപ്പെരിയാറിലെയും ഈ ഉപ്പുതറ ഇങ്ങനെ ഒരുപാട് ഇതിനിടയ്ക്കുള്ള ചെറിയ ടൗൺഷിപ്പുകളുണ്ട്. വണ്ടിപ്പെരിയാറൊക്കെ അറിയാലോ. അപ്പോൾ അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ജീവിച്ചുകൊണ്ടുണ്ട്. അവരെല്ലാം ഒഴുകിപ്പോവും. ഇടുക്കി വരെ എത്തുന്ന 56 കിലോമീറ്റർ ഇടയ്ക്ക് താമസിക്കുന്നവരെല്ലാവരും ഒഴുകിപ്പോവും. ഈ വിധി പ്രസ്താവിച്ച ആർക്കും ഈ സ്ഥലത്തെക്കുറിച്ചോ ഇതിൻ്റെ ടോപ്പോഗ്രഫിയെക്കുറിച്ചോ ആർക്കും ഇങ്ങനെ ഒരു വിഷയം ഇടുക്കി ഡാമിനും മുല്ലപ്പെരിയാർ ഡാമിനും ഇടുക്കിയുടെ ഇടയ്ക്ക് ഈ ടൗൺഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യവും അവിടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ താമസിക്കുന്നുള്ള കാര്യവും ആരുടെയും മനസ്സിലുണ്ടായില്ല. ഇറ്റ് ഡിഡ്ന്റ് occur to anyone of them. ശ്രദ്ധയിലും പെടുത്തിട്ടില്ല, ആരുടെയും മനസ്സിലേ വന്നില്ല. ഇറ്റ് വാസ് നോട്ട് പ്രസന്റ് ഇൻ ദി മൈൻഡ് ഓഫ് ദി കോർട്ട്. നമ്മൾ ലീഗൽ ലാംഗ്വേജ് പറയാം, റെസ്പെക്ട്ഫുൾ ലാംഗ്വേജ് പറഞ്ഞാൽ ഈ വിഷയം ഇറ്റ് വാസ് നോട്ട് പ്രസന്റ് ഇൻ ദി മൈൻഡ് ഓഫ് ദി കോർട്ട്. കോടതിയുടെ മനസ്സിലേ അറിവിലോ ഉണ്ടായിരുന്നില്ല. ഇതൊന്ന്. ഇനി അടുത്ത അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ വെള്ളം നേരെ
ഇടുക്കി കൂടെ തന്നെ പോകണമെന്ന് എന്താ നിർബന്ധം? കോടതി വിധി നമ്മളെല്ലാം അനുസരിക്കും, കോടതി രക്ഷയൊക്കെ ഭയന്ന്. പക്ഷേ മലവെള്ളത്തിനകത്ത് ഈ പ്രളയവെള്ളത്തിന് ഈ കോടതി വിധിയെ ഭയമില്ല. അത് നേരെ ലോ ഓഫ് ഗ്രാവിറ്റി. അപ്പം മുല്ലപ്പെരിയാറിൽ നിന്ന് നേരെ ഞാൻ ഒരു ചാർട്ട് കാണിച്ചല്ലോ, ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് ഡാം തകർന്നാൽ നേരെ ഈ വെള്ളം പടിഞ്ഞാറോട്ട് പോരുകയും അവിടെ നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ 800 അടി ഉയരത്തിൽ നിന്ന് താഴെ 160 അടി ഉയരത്തിലേക്ക്, അതാണ്ട് 660 മീറ്റർ താഴേക്ക് പതിക്കും. അതായത് കഴിഞ്ഞാൽ നയാഗ്ര വാട്ടർഫാൾ 55 മീറ്റേഴ്സേ ഉള്ളൂ. ഇതെത്രയാ? 660 മീറ്റേഴ്സ്. അപ്പോൾ അതാണ്ട് എത്ര വരും? 12 ടൈംസ് ഓഫ് നയാഗ്ര വാട്ടർഫാൾ. ഈ പൂനെ തന്നെ, ബോംബെയിൽ നിന്ന് പൂനെ സിറ്റിയുടെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 470 മീറ്റേഴ്സേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കണം. 1/2 കിലോമീറ്റർ കൂടുതൽ ഉയരത്തിൽ നിന്ന് ഈ മുല്ലപ്പെരിയാറിലെ വെള്ളം മുഴുവനും, അത് വെള്ളം മാത്രമല്ല, അത് ഒലിപ്പിച്ചു കൊണ്ടിരുന്ന പാറയും മണ്ണയും അത് അങ്ങനെയാണ്. ഇപ്പോൾ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഞാൻ ഒരു വക്കീലാണ്, എനിക്കൊരു ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യം അറിയത്തില്ല. അപ്പം ഞാൻ ഈ വിഷയം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് 2014 ജഡ്ജ്മെൻറ്റ് തെറ്റാന്ന്, വലിയ അബദ്ധമാണെന്ന് മനസ്സിലായി. അപ്പോൾ അന്നേരം ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെപ്പറ്റി എഴുതി. അപ്പോൾ അങ്ങനെ ഞാൻ പലരോടും സഹായം ചോദിച്ചു, അങ്ങനെ എന്തെങ്കിലും ഇതിനകത്ത് നമ്മൾ കോടതിയിൽ പോകുമ്പോൾ തെറ്റാന്ന്. എൻ്റെ തിയറട്ടിക്കൽ ലീഗൽ ആസ്പെക്റ്റ് മാത്രം പറഞ്ഞാൽ പോരാ, അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ളതും കൂടി എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ച് ഞാൻ പലരുടെയും സഹായം ചോദിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ റോയി, അങ്ങനെ എഞ്ചിനീയറാണ്, KCB എഞ്ചിനീയറാണ്. അങ്ങനെ ഉണ്ടായിരുന്നു. KCB അങ്ങനെ ഡാമുമായിട്ടൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആണ് എനിക്ക് ഇതിൻ്റെ അകത്തുള്ള വസ്തുതാപരമായ ടെക്നിക്കൽ ആസ്പെക്ട്സ് എല്ലാം പറഞ്ഞു. അപ്പോൾ ടെക്നിക്കൽ ആസ്പെക്റ്റ് നിങ്ങൾ അദ്ദേഹമായിട്ട് എഞ്ചിനീയർ സംസാരിച്ച് അങ്ങനെ നിന്ന് വേണം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഞാൻ ഒരു വെറും സാധാരണക്കാരൻ, വക്കീലെന്നുള്ളതല്ലാതെ എനിക്ക് ഈ വിഷയങ്ങളെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഈ വെറും സാധാരണക്കാരനെ എനിക്ക് പോലും മനസ്സിലാവുന്നു. കാരണം ഒരിക്കലും ഈ കോടതി പറഞ്ഞ പോലെ ആ ഡയറക്ഷനിൽ വെള്ളം കോടതി വിധിയെ മാനിക്കത്തില്ല. വെള്ളം ലോ ഓഫ് ഗ്രാവിറ്റി നോക്കും. അപ്പോൾ നേരെ പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം തകർന്നു കഴിഞ്ഞാൽ അവിടെ എഞ്ചിനീയർ റോയ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 2.48 കിലോമീറ്റർ പെരിയാർ ഡാമിന് താഴെയായിട്ട് വരുമ്പം അവിടെ ഒരു ചെറിയ പാറക്കൂട്ടമുണ്ട്. ആ പാറക്കൂട്ടം കടന്ന് ഇപ്പോൾ 2 മീറ്ററോട് ഉയരമുണ്ട് ആ പാറക്കൂട്ടം. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം തിരിഞ്ഞ് ഇടുക്കിയിലേക്ക് പോകുന്നത്. പക്ഷേ വലിയ പ്രളയജലം വന്നാൽ ഈ പാറക്കൂട്ടവും കവിഞ്ഞ് ആ പാറക്കൂട്ടമൊക്കെ മണ്ണ് വന്ന് അടിഞ്ഞു പോകും. അതിൻ്റെ മുകളിൽ കൂടെ നേരെ നമ്മുടെ ഇടുക്കി എയർ സ്ട്രിപ്പ് എന്ന് പറഞ്ഞ ഒരു പ്ലെയിൻ ഏരിയ ഉണ്ട്. അവിടെ നിന്ന് നേരെ താഴെ നമ്മൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് കിരിത്തോളം എന്ന് പറയുന്നു ആ ഭാഗത്തേക്ക്. അപ്പോൾ എങ്ങനെ പോകുമെന്ന് അറിയില്ല. ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മലകളുടെ കിടപ്പ്, അതിൻ്റെ ഉയരം, ഈ ടോപ്പോഗ്രഫി, അത് ഗൂഗിളൊക്കെ നോക്കിയാണ് പുള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ പശ്ചിമഘട്ടത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ കോട്ടയത്തിനും തിരുവല്ലായ്ക്കും ഇടയ്ക്ക് പശ്ചിമഘട്ടത്തിൽ നിന്ന് താഴോട്ട് വരും. അപ്പം പാലായം, ചേർത്തല, തിരുവല്ല, ചങ്ങനാശ്ശേരി ഇങ്ങനെ ഏരിയാസ് ആയിരിക്കും കൂടുതൽ അഫക്റ്റ് ചെയ്ത. അപ്പോൾ ഈ വെള്ളം എങ്ങനെ ഡാം തകർന്നാൽ വെള്ളം എങ്ങനെ പോകും, അതെങ്ങനെ ഫ്ലോ ചെയ്യുന്നതിനെപ്പറ്റി ഇതുവരെ ഒരു സ്റ്റഡിയും നടത്തിയിട്ടില്ല. അതായത് ഈ 2006, 2014 ഈ ജഡ്ജ്മെന്റ് എന്ന കാലയളവിലൊന്നും ഒരു സയന്റിഫിക് സ്റ്റഡി ക്യാരി ഔട്ട് ചെയ്തു. 2006 ജഡ്ജ്മെന്റ് അങ്ങനെ ആകെ ഒരു സെൻറ്റൻസേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഈ 2006 ജഡ്ജ്മെൻറ്റിനകത്ത് ഈ ഡാമിൻ്റെ സേഫ്റ്റിയെ പറ്റിയാണ് ജഡ്ജ്മെൻറ്റ് തർക്ക വിഷയം. അത് പറഞ്ഞുകൊണ്ടാണ് ഈ PAയിൽ ഫയൽ ചെയ്തത്. പക്ഷേ ജഡ്ജ്മെൻറ്റിനകത്ത് അതിനെപ്പറ്റി ആ ഒരു പാരഗ്രാഫേ ഉള്ളൂ. വേറെ എന്തൊക്കെയോ അത് പർപ്പസ്ഫുള്ളി മിസ്ലീഡ് ചെയ്താകാമോ അതോ? അതുകൊണ്ടല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് വരുമ്പം ഈ വക്കീലന്മാർ അതിനെപ്പറ്റി വിശദമായ പ്രിപ്പറേഷൻ നടത്തും. അപ്പോൾ ഇത് വലിയ പബ്ലിക് ഇഷ്യൂസൊക്കെയാണ്. സാധാരണ കേസൊക്കെ 93 സെക്കൻഡ്സ് ഡിസ്മിസ് ചെയ്യും. ഇപ്പം നിങ്ങളൊക്കെ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ജസ്റ്റ് SLP എന്ന് പറയുന്നത് ചുമ്മാ പേരിനാണ്. SLP ഡിസ്മിസ് ചെയ്ത് നിങ്ങൾ റിവ്യൂ പെറ്റീഷൻ കൊടുത്താൽ അത് ചേംബറിൽ വെച്ച് അതും ഡിസ്മിസ് ചെയ്യും. അപ്പോൾ അത് അങ്ങനെയുള്ള സാധാരണ വിഷയങ്ങളൊന്നും കോടതി കേൾക്കുന്നില്ല സത്യത്തിൽ. അത് നിങ്ങളെ വക്കീലന്മാരാരും സാറിന് എന്നോട് പറയാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഇപ്പം ഞാനത് മറച്ചു വയ്ക്കുന്നില്ല. ആവറേജ് സുപ്രീം കോടതി SLP എന്ന് പറയുന്നത് 93 സെക്കൻഡ്സാണ് കേൾക്കുന്നത്. നിങ്ങൾ എണീറ്റ് കേൾക്കുന്ന എപ്പോഴും കേസ് ഡിസ്മിസ് ചെയ്തു. പക്ഷേ മറിച്ച് ഇങ്ങനെയുള്ള പൊതു താല്പര്യമായിട്ടുള്ള ഹർജികൾ ഇപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു തർക്കവിഷയം, ഇതൊരു ലിറ്റിഗേഷൻ അല്ല സത്യത്തിൽ. ഇതെല്ലാം ഇഷ്യൂസ് ഓഫ് ഗവർണൻസ് ആണ്.
ഇത് ഞാൻ പറഞ്ഞു ഇത് ലിറ്റിഗേഷനാക്കി മാറി, അതാ മുഴുവൻ തകരാറ് വന്നത്. അപ്പോൾ നമ്മുടെ ആളുകളുടെ PA എന്ന് വെച്ചാൽ വളരെ പോപ്പുലറാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള പൊതുകാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ കോടതിക്ക് അവകാശമുണ്ട്. അതിനകത്ത് ഞാൻ കൂടുതൽ നിയമം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. പക്ഷേ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കുമ്പോൾ നമ്മളെല്ലാവരും പാർലമെൻറ്റിൽ പ്രസൻ്റാണ്. നമ്മുടെ എല്ലാ സമ്മതത്തോടെയാണ് പാർലമെൻറ്റ് നിയമം ഉണ്ടാക്കുന്നത്. അതേസമയം കോടതിയിൽ എയും ബിയും തമ്മിലുള്ള കേസിനകത്ത് ആ എയും ബിയെയും മാത്രമേ ബാധിക്കത്തുള്ളൂ. അപ്പോൾ കോടതിയുടെ ജോലി എന്ന് പറയുന്നത് ആ കോടതിയുടെ മുമ്പാകെ വരുന്ന കക്ഷികളിൽ അവരെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇത് ഇത്തരത്തിലുള്ള ഒരു പൊതു താല്പര്യമുള്ള ഒരു ഇഷ്യൂ ഒരിക്കലും കോടതിയിലേക്ക് പോകാൻ പാടില്ല. പൊതു താല്പര്യ ഹർജികൾ വളരെ പോപ്പുലറാണ്, പക്ഷേ അതെല്ലാം അൺകോൺസ്റ്റിറ്റ്യൂഷനാണ്. നമ്മൾ ഒരു 100 കണക്കിന് ആളുകളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അവരെ എനിക്ക് ഒരു PAയിൽ പേരെ എനിക്കെന്താ അവകാശം? ഞാൻ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ റെപ്രസെൻ്റ് ചെയ്യാനുള്ള അവകാശമുണ്ടോ? ഇല്ല. അപ്പം PA എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് പ്രൊസീഡിങ്സ് അല്ല. അപ്പം ആരെങ്കിലും എണീറ്റ് നിൽക്കുന്നു, അയാളെ ആരും ഓതറൈസ് ചെയ്തിട്ടില്ല. പക്ഷേ അന്നേരം അങ്ങ് പറയുന്നു ഈ 2 വിധികളും 2016 2014 ഈ വിധികളാണ് ശരിക്കും ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ തടസ്സമായി പോയത്. അപ്പോൾ 2001 പറഞ്ഞ PAയിലാണ് 2006 വിധിയിലേക്ക് വരുന്നത്. അപ്പോൾ 2006 വിധിയിൽ ഈ മറ്റേ നമ്മുടെ പാർലമെൻറ്റ് പവർ ഓഫ് ദി പാർലമെൻറ്റ് മേക്ക് ലോസ് ഫോർ ദി ക്രിയേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്, അങ്ങനെ ഈ ലീസ് ഇഷ്യൂസ്, അങ്ങനെയുള്ള ഈ സേഫ്റ്റി ആയിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. വേറെ എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു. സേഫ്റ്റിയുമായിട്ട് ഇഷ്ടപ്പെട്ട 2 പോയിന്റ്സ് മാത്രം പറഞ്ഞിരിക്കുന്നു. ഒരു പാരഗ്രാഫേ ഉള്ളൂ. അപ്പം ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നും. ഈ ജഡ്ജ്മെൻറ്റിനകത്ത് പറയുന്നു മുല്ലപ്പെരിയാർ തകർന്നാൽ പേടിക്കേണ്ട, വെള്ളം മുഴുവൻ പെരിയാറ്റിലേക്ക് പൊയ്ക്കോളും, ഇടുക്കിയിലേക്ക് പൊയ്ക്കോളും, ഇടുക്കി ഡാമിലേക്ക് പൊയ്ക്കോളും. ഒരു സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ, ഒറ്റ സെൻറ്റൻസ്. ഈ ജഡ്ജ്മെൻറ്റ് നോക്കിയുള്ളൂ. ഞാൻ വായിക്കുന്നതിന് വിരോധമില്ല, ഞാൻ വായിക്കാം. ഫർദർ ഇറ്റ് ഈസ് പെർട്ടിനന്റ് ടു നോട്ട് ദാറ്റ് ദി ഡാം ഇമ്മീഡിയറ്റ്ലി ഇൻ ലൈൻ ആഫ്റ്റർ മുല്ലപ്പെരിയാർ ഡാം ഈസ് ഇടുക്കി ഡാം. It is the case of the state of Kerala that despite the copious rain, the Idukki reservoir is not filled to its capacity, where the capacity of the reservoir is 70.5 TMC. It was filled only up to the extent of 57.3 TMC. This also shows that assuming the worst happens, more than 11 TMC water would be taken by the Idukki dam. ഇത് ഒരു അടിസ്ഥാനവും ഇത് ജഡ്ജ്മെൻ്റ് ഒരു റിപ്പോർട്ടും ഒന്നിനെയും ഇല്ല. ഈ ജഡ്ജ്മെൻറ്റ് ഈ ഒരു സെൻറ്റൻസ് അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ നമ്മൾ പണ്ട് പോപ്പ് ഇപ്സി ഡിക്സിറ്റ് എന്ന് പറയും. പോപ്പിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യമില്ല. എന്തുകൊണ്ട് പോപ്പ് പറയുന്നത് ചോദിക്കാനൊക്കത്തില്ല. അതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ആ വെള്ളം പെരിയാർ നദിയിൽ കൂടെ തന്നെ ഒഴുകി ഇടുക്കി ഡാമിൽ ചെല്ലുന്നും ഇടുക്കി ഡാമിനുള്ള ഈ മുഴുവൻ വെള്ളവും ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളതും ഒരു ഇപ്സി ഡിക്സിസ് ആണ്. അത് നമ്മുടെ പോപ്പിൻ്റെ കസേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്, അന്ന് പോപ്പ് പറയുന്നതെല്ലാം ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷനിലായിരുന്നു. അപ്പോൾ അതുപോലെയാത്ത അവസ്ഥയാണ്. ഈ ജഡ്ജ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ. ഈ 2006 ജഡ്ജ്മെൻറ്റ് അത് കേരള ഗവൺമെൻറ് അത് തീർച്ചയായിട്ടും അതിന് എക്സ്പേർട്സുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ടാകും, ടെക്നീഷ്യൻസുമായിട്ട് കൺസൾട്ട് ചെയ്യണം. കേരള ഗവൺമെൻറ് പറഞ്ഞത് അത് ഈ ജഡ്ജ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ കേരള നിയമസഭയ്ക്ക് അധികാരമുണ്ട്. കേരളത്തിൻ്റെ അതിർത്തി നിൽക്കുന്ന ഒരു ഡാമാണ്. പാർലമെൻറ്റ് നിയമം പാസ്സാക്കി ഈ ഡാമിലെ മുല്ലപ്പെരിയാറിൻ്റെ വാട്ടർ ലെവൽ 136 ആയിട്ട് ലിമിറ്റ് ചെയ്തുകൊണ്ട് ഒരു നിയമം പാസ്സാക്കി. ആ നിയമം തമിഴ്നാട് ഗവൺമെൻറ് ഒരു സിവിൽ സൂട്ടിലൂടെ ചലഞ്ച് ചെയ്യുന്നു. അപ്പോഴാണ് ഈ ഇഷ്യൂ വീണ്ടും സുപ്രീം കോടതി വരുന്നത്. അപ്പോൾ തമിഴ്നാടിൻ്റെ കൺവെൻഷൻ എന്തായിരുന്നു, ഇത് കോടതിയുടെ അധികാരപരിധിയുള്ള കടന്നുകയറ്റമാണ്. ജുഡീഷ്യൽ പവേഴ്സിൻ്റെ ലെജിസ്ലേച്ചർ ജുഡീഷ്യറിയുടെ അധികാരങ്ങളിലേക്ക് കടന്നു കയറിയിരിക്കുന്നു. കോടതി എടുത്ത തീരുമാനം റദ്ദാക്കിയിരിക്കുന്നു, ഫലത്തെ റദ്ദാക്കി, അതിന് തർക്കമില്ല. ഈ നിയമനിർമ്മാണത്തിൻ്റെ ഉദ്ദേശം എന്ന് കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിധി റദ്ദാക്കുക. അപ്പോൾ ഞങ്ങളുടെ അധികാരം, ഞങ്ങളുടെ തീരുമാനം നിങ്ങൾക്ക് നിയമസഭയ്ക്ക് എങ്ങനെ അത് റദ്ദാക്കാൻ അവകാശമുണ്ട്, അത് ഞങ്ങളുടെ അധികാരപരിധിയുള്ള കടന്നുകയറ്റമാണ്. 1. 2 പറഞ്ഞ് ഞങ്ങൾ 2000 സുപ്രീം കോടതിയുടെ അനദർ ബെഞ്ച് 2006 ഈ ഡാം സുരക്ഷിതമാണെന്ന് പറഞ്ഞു. ആ വിധി റെസ്യൂഡിക്കേറ്റാണ്. അപ്പം അതുകൊണ്ട്
അത് ഫൈനലാണ്, ബൈൻഡിങ് ആണ്, ഓതറേറ്റേറ്റീവ് ആണ്. ഇത് ഒരു നിയമനിർമ്മാണം കൊണ്ടും ഒന്നും ആർക്കും ഇത് എടുത്തു മാറ്റാൻ കഴിയില്ല. ഫൈനലാണ്. അപ്പോൾ ഈ റെസിഡിക്കേറ്റ എന്നുള്ള അതിനകത്ത് അബദ്ധം വെച്ച് കഴിഞ്ഞാൽ റെസിഡിക്കേറ്റ എന്നുള്ള അതിൻ്റെ ശരിയായ അർത്ഥം കോടതിക്കും മനസ്സിലായില്ല, വക്കീലന്മാർക്കും മനസ്സിലായില്ല. റെസിഡിക്കേറ്റ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു ലാറ്റിൻ പ്രിൻസിപ്പിളാണല്ലോ. അതിൻ്റെ അതാണ് നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു കോടതിക്കും സത്യം കണ്ടെത്താൻ നോ കോർട്ട് ക്യാൻ അസർട്ടൈൻ ദി ഫാക്ട്സ് അഷ്വർലി and no court can apply the facts assuredly in the correct manner, and no court can exercise its discretion assuredly in the right way. അപ്പോൾ ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ. കോടതി ഒരു ഹ്യൂമൻ മെഷീനറിയാണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അതിന് ലിമിറ്റേഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കോടതിക്കും എല്ലാ ശരിയായ ഫാക്ട്സ് കണ്ടുപിടിക്കാനോ ശരിയായ തീരുമാനം എടുക്കാനോ കഴിയില്ല. പക്ഷേ അതുകൊണ്ടാണ് അപ്പീലിനൊക്കെ പ്രൊവിഷൻ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറ്റക്കാരനാണ്ട് കിടന്ന് കോടതി ബിയെ കൊന്നുന്ന കേസിനകത്ത് അപരാധിയാണെന്ന് കോടതി വിധിച്ചാൽ അതിന് അപ്പീൽ കൊടുത്താൽ അപ്പീൽ കോടതി ചിലപ്പോൾ തിരുത്തും. പിന്നെ വീണ്ടും ഫർദർ അപ്പീൽ പോയി കഴിഞ്ഞാൽ താഴത്തെ കോടതി പറഞ്ഞാൽ ശരിയാണെന്ന് പറയും. അപ്പം ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം ഈസ് ഫൗണ്ടർ ഓൺ ദി പ്രിൻസിപ്പിൾ ദാറ്റ് നോ കോർട്ട് ക്യാൻ അസർട്ടൈൻ ദി ഫാക്ട്സ് അഷ്യൂർഡ്ലി കറക്റ്റ്ലി. ഇംഗ്ലീഷ് പറയുന്നത് ക്ഷമിക്കണം. The justice bridge is justice delivery system. Justice bridge is built on two beams, two pillars. Both are made of sand. One first principle ആണ് a judge can ascertain facts correctly. ഇപ്പോൾ ജഡ്ജിയോട് ചോദിക്കാം 1+1 എത്രയാണെന്ന് ചോദിച്ചാൽ 2 എന്ന് പറയും. അല്ലാതെ ഒരു കോംപ്ലിക്കേറ്റഡ് ഫാക്ട്സ് വന്ന് ഇത്രയും പേരുള്ള ഒരു ലീഗൽ ഇഷ്യൂ, ഒരു ഫാക്ച്വൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ജഡ്ജി പറയുന്ന ഒരു നിർബന്ധവും ഇല്ല. ശരിയാണ്, ചിലപ്പോൾ ശരിയായിട്ട് തീരുമാനിക്കാം, പക്ഷേ ഒരു ഗ്യാരണ്ടിയില്ല. നമുക്കൊരു സിസ്റ്റം വേണ്ടേ ഒരു ഡിസ്പ്യൂട്ട് തീരുമാനിക്കാൻ. ഇതിലൊരു കൺക്ലൂഷൻ ഉണ്ടാവണം. അതുകൊണ്ടാണ് 2 പ്രിൻസിപ്പിൾ റോമൻ ലോയേഴ്സ് 2 പ്രിൻസിപ്പിൾ പറഞ്ഞ് ഞാൻ ലാറ്റിൻ ഉപയോഗിക്കുന്നത് ക്ഷമിക്കണം. റെസ്റ്റുഡിക്കേറ്റ പ്രോ വെരിറ്റാറ്റെ അക്യുപീറ്റർ. എ തിങ് വിച്ച് ഈസ് ജുഡീഷ്യലി ഡിസൈഡഡ് ഈസ് ടു ബി ട്രീറ്റഡ് ആസ് ട്രൂത്ത്. A judicial semper pro veritate accipitur. A judicial decision is always treated as truth. അതിന് കാരണമുണ്ട്. 2 പ്രിൻസിപ്പിൾ. ഒന്ന്, ഇൻ്ററെസ്റ്റോ റിപ്പബ്ലിക്കോ ഉത് സിറ്റ് ഫിനിറ്റ് ലിറ്റിയം. ഇറ്റ് ഈസ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി റിപ്പബ്ലിക് ദാറ്റ് ദർ ഈസ് ഫൈനാലിറ്റി ഓഫ് ലിറ്റിഗേഷൻ. അതുപോലെ തന്നെ അപ്പോൾ ഈ നെമോ ഡെബറ്റ് ഡിസ് വെക്സാരി പ്രോ യൂനോ എറ്റ് യൂനം കോസ. നോ മാൻ ഷാൽ ബി വെക്സ് ഓൺ ദി സെയിം ക്വസ്റ്റ്യൻ മോർ ദാൻ വൺസ്. ഇപ്പോൾ എയും ബിയും തമ്മിലൊരു തർക്കവിഷയം, ഇപ്പം ഈ മൊബൈലിനെ പറ്റി നമ്മൾ തമ്മിൽ തർക്കവിഷയം ഉണ്ടാകുന്നു. എൻ്റെ മൊബൈൽ, പക്ഷേ കോടതി പറയുകയാണ് സുനിലിൻ്റെയാണെന്ന് പറയാം. അപ്പീൽ കോടതിയും പറയാം സുനിലിൻ്റെയാണ്. എൻ്റെ പോയി പിന്നീട് ഇത് എൻ്റെ ആയിരുന്നു സത്യത്തിന്, പക്ഷേ കോടതി പറഞ്ഞു നിങ്ങളുടെയാണ്. അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി നിങ്ങളുടെ ഇല്ല. അപ്പോൾ ജുഡീഷ്യൽ ഡിസിഷൻ റൈറ്റ് ഓർ റോങ് ഹാസ് ടു ബി given final. A judicial decision is binding, not because it is correct always. Right or wrong, it is final and binding. അപ്പോൾ ഈ പ്രിൻസിപ്പിളിന് നമ്മുടെ ഈ ഡാം സേഫ്റ്റിയെ പറ്റൊരു വിഷയത്തിനകത്ത് യാതൊരു ആപ്ലിക്കബിലിറ്റി ഇല്ല. കാരണം എന്താണ്, ഇവിടെ ഡാമിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് ഡാം ഈസ് നോട്ട് എ സ്റ്റാറ്റിക് തിങ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ബിയെ കൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നു, അതിന് കൊന്നു, അതിന് ശരിയാണ് കോടതി പറഞ്ഞ് കൊന്നു, ബിയെ കൊന്നു. അത് പിന്നെ ശരിയാണെന്നും തെറ്റാണെങ്കിലും കോടതി വിധി ശരിയാണ്, കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ തൂക്കിക്കൊല്ലും. കറക്റ്റ്. പക്ഷേ അവിടെ കോസ് ഓഫ് ആക്ഷൻ അതുകൊണ്ട് അവസാനിച്ചു. ഇവിടെ അങ്ങനെ ഇവിടുത്തെ കോസ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. 2006 ഡാം സേഫാണെന്ന് വിചാരിക്കുക, 2014 സ്ഥിതി അതല്ല. 2018 നമ്മൾ കാലാവസ്ഥാ വ്യത്യാസം എല്ലാം കണ്ടു. ഇപ്പം 2018 നമ്മൾ 2018 ക്ലൗഡ് ബേസ്റ്റ് ഒക്കെ ഉണ്ടായില്ലേ, 2024 ഇപ്പോൾ നമ്മൾ. അപ്പോൾ ഈ 2006 വിധി എന്ന് പറയുന്നത് ലോകാവസാനം വരെ ഈ ഡാം സേഫായിരുന്നു എന്നുള്ളതാണ്. ആ വിധി തെറ്റാന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കേരള ഗവൺമെൻറ് നിയമനിർമ്മാണം ഉണ്ടാക്കുന്നത്. ആ നിയമനിർമ്മാണം സുപ്രീം കോടതി 2014 5 ജഡ്ജ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് സുപ്രീം കോടതി റദ്ദാക്കുന്നു. കാരണം എന്താണ്? 2 കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഞങ്ങൾ 2006 ഞങ്ങൾ പറഞ്ഞു ഈ വിധി ഡാം ശരിയാണ്, സേഫാണ്, ആ വിധി ഫൈനലാണ്, ബൈൻഡിങ് ആണ്, ഇനി ആർക്കും അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. നമ്പർ 1. നമ്പർ 2,
ഞങ്ങളുടെ വിധി ഒരു നിയമനിർമ്മാണം കൊണ്ട് റദ്ദാക്കാൻ പാടില്ല. കാരണം ഞങ്ങൾ ജുഡീഷ്യൽ പവറിലുള്ള ഇൻ്റർഫിയറൻസ് ആണ്. ശരിക്കും അതൊരു തമിഴ്നാടിൻ്റെ വിജയമായിരുന്നില്ല. അതായത് ഒരു സുപ്രീം കോടതി എടുത്തൊരു ഡിസിഷനെ ഒരു സ്റ്റേറ്റ് ചലഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ സർപ്പാസ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലേക്കുള്ളൊരു നിയമം പാസ്സാക്കി എന്ന് പറഞ്ഞ് ഒരു ഈഗോ ഇഷ്യൂ വളർത്തി അത്തരം ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ അതവരുടെ ഒരു വിജയമായിട്ട് കണക്കാക്കത്തില്ല. നമ്മൾ ഇപ്പോൾ ജസ്റ്റിസ് ലോധ, അദ്ദേഹം ബോംബെ ഹൈക്കോർട്ടിലുണ്ടായിരുന്ന ജഡ്ജാണ്, നല്ല ജഡ്ജാണ്, മിടുക്കനായ ജഡ്ജാണ്. പക്ഷേ ജഡ്ജസ് ആർ ഹ്യൂമൻസ്. നമ്മൾ മനസ്സിലാക്കണമെന്ന്, ജഡ്ജിമാരെല്ലാം മനുഷ്യരാണ്. അപ്പോൾ അവർ ഈഗോ അവരെ പെട്ടെന്ന് ഇവർ ജഡ്ജ്മെൻറ്റ് പറയുന്നുണ്ട്, ഞങ്ങൾ ജഡ്ജ്മെൻറ്റ് പാസ്സാക്കി നിങ്ങൾ 3 ആഴ്ചക്കകം പുതിയ നിയമം കൊണ്ടുവന്നു. അപ്പോൾ ജഡ്ജിൻ്റെ മനസ്സിനകത്ത് ഈ കേരള നമ്മുടെയൊക്കെ മനസ്സിലുള്ള എന്താണ്, ഈ ഡാം തകർന്ന അവസ്ഥയാണ്. ശരിക്കും അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പരാജയമായിരുന്നു സർ. അതായത് ഇത് ഇത്ര ലക്ഷം, അതായത് ഇത്ര കോടി ജനങ്ങളെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്, 6-7 ജില്ലകളെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്, ഇത്രത്തോളം നാശനഷ്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഈ പ്രകൃതിയിൽ ഉണ്ടാകാൻ പറ്റാവുന്ന മാറ്റങ്ങൾ, പിന്നെ ഇതുപോലെ തന്നെ ഒരു സയൻറ്റിഫിക് സ്റ്റഡി ക്യാരി ഔട്ട് ചെയ്തിട്ടില്ല. ഈ വസ്തുതകളൊക്കെ ശരിക്ക് സുപ്രീം കോടതിയിലിരിക്കുന്ന ജഡ്ജസിനെ ബോധിപ്പിക്കുവാനുള്ള പരാജയപ്പെട്ടില്ല നമ്മൾ. കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം കേസ് നടത്തുന്ന വക്കീലന്മാരാണ്. കേരള ഗവൺമെൻറ് ഹരീഷ് സാൽവെ എൻഗേജ് ചെയ്യുന്നത്. ഹരീഷ് സാൽവെ സുപ്രീം കോടതിയെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തനായ ഒരു വക്കീലാണ്. അപ്പോൾ തെറ്റ് പറ്റിയത് ഹരീഷ് സാൽവയ്ക്കാണ്. ഹരീഷ് സാൽവെ ഒരുപക്ഷെ ഹരീഷ് സാൽവെ ആയിരിക്കും ഈ കേസിനകത്ത് അദ്ദേഹത്തിന് പ്രോപ്പർലി ഒരു ബ്രീഫ് അദ്ദേഹത്തെ ഹയർ ചെയ്തെങ്കിൽ പോലും അദ്ദേഹത്തിന് വേണ്ടുന്ന ഇൻപുട്സ് കൊടുത്തിട്ടുണ്ടാവും. ഇൻപുട്സിൻ്റെ കുഴപ്പമല്ല, തെറ്റ് ഹരീഷ് സാൽവയുടെ ഭാഗത്താണ്. ഇത് ഹരീഷ് സാൽവെയാണ് ഈ റെസ്യൂഡിക്കേറ്റയെ പറ്റിയുള്ള മുഴുവൻ ആർഗ്യുമെൻറ്റ്സ് നടത്തിയിരിക്കുന്നത്. ഈ ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ ഓഡിയൻസ് കാണാതെ ഞാൻ 2014 12 SCC 696 ഞാൻ ഒബ്ജക്റ്റീവായിട്ട് സംസാരിക്കുന്ന എൻ്റെ വിശ്വാസം. ഈ ജഡ്ജ്മെൻറ്റിനകത്ത് ഈ റെസ്യൂഡിക്കേറ്റായുള്ള പ്രിൻസിപ്പിളെല്ലാം അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് ആർഗ്യൂ ചെയ്തതും ജഡ്ജ്മെൻറ്റ് സൈറ്റ് ചെയ്ത എല്ലാം ഹരീഷ് സാൽവെയാണ്. ഡച്ചസ് ഓഫ് കിൻസ്റ്റൺസ് കേസിലെ വരെ സൈറ്റ് ചെയ്തു. അപ്പോൾ ഡച്ചസ് ഓഫ് കിൻസ്റ്റൺസ് കേസിലെ ഇഷ്യൂ എന്താണ്? ഡച്ചസ് ഓഫ് കിൻസ്റ്റൺ he was prosecuted or accused of committing adultery, because the reason was their church ecclesiastical court granted a nullity, but that is not recognized by the civil temporal courts. അപ്പോൾ ഡച്ചസ് ഓഫ് കിൻസ്റ്റൺസ് കേസിനകത്ത് പറഞ്ഞു ടെമ്പറൽ കോർട്സിൻ്റെ എക്ലിയാസിസ്റ്റിക്കൽ കോർട്ടിൻ്റെ വിധി ടെമ്പറൽ കോർട്സിന് ബാധകമല്ല. അപ്പം പറയാം, ഇപ്പോൾ ക്രിമിനൽ കേസിലെ വിധി, ഇപ്പോൾ ക്രിമിനൽ കേസ് നിങ്ങളെ കുറ്റക്കാരനാണ് കണ്ടു, നിങ്ങൾ സപ്പോസ് മോട്ടോർ ആക്സിഡൻറ്റ് എന്തെങ്കിലും ഒരു കേസിനകത്ത് നിങ്ങൾ ഫ്രോഡ് എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ചീറ്റിംഗ് കേസിന് ക്രിമിനൽ കോടതി നിങ്ങളെ കുറ്റക്കാരനായിട്ട് കാണുന്നു. ആ വിധി സിവിൽ കോടതി വരുമ്പം ഒരു പ്രൈമാ ഫേസി എവിഡൻസ് പോലും അല്ല. അതിൻ്റെ കാരണം എന്താണ്? പാർട്ടീസ് ആർ ഡിഫറെൻറ്റ്. ക്രിമിനൽ കേസിനകത്ത് കേസ് നമ്മുടെ സ്റ്റേറ്റും കിങ്ങും സ്റ്റേറ്റും അക്യൂസും തമ്മിലാണ്. സിവിൽ കേസിലോ രണ്ട് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് തമ്മിലാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിമിനൽ കേസിലെ കൺവിക്ഷൻ സിവിൽ കേസിനകത്ത് ഒരു പ്രൈമാ ഫേസി എവിഡൻസ് പോലും അല്ല. അപ്പോൾ ഇതെല്ലാം ടെക്നിക്കൽ റൂളാണ്. റെസ്യൂഡിക്കേറ്റ എന്ന ടെക്നിക്കൽ റൂളാണ്. ആ റെസ്യൂഡിക്കേറ്റ എന്നുള്ള ടെക്നിക്കൽ റൂള് ഇവിടെ യാതൊരു ആപ്ലിക്കേഷനും ഇല്ല. അപ്പോൾ ഹരീഷ് സാറ് ആവശ്യമില്ലാതെ അതാണ് വരുന്ന കുഴപ്പം. ആവശ്യമില്ലാതെ ഒരുപാട് ജഡ്ജ്മെൻറ്റുകൾ റെസ്യൂഡിക്കേറ്റയെ പറ്റി റെസ്യൂഡിക്കേറ്റയെ പറ്റിയുള്ള ഒരുപാട് ജഡ്ജ്മെൻറ്റുകളും റെഫർ ചെയ്തു. ഞാൻ ഈ ജഡ്ജ്മെൻറ്റിനകത്ത് ആ റെഫറൻസ് അല്ലാതെ യഥാർത്ഥ പേജ് 161 തൊട്ട് നിങ്ങൾ വായിച്ചു നോക്കണം. വക്കീൽമാരും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചു നോക്കണം. പാര 161 തൊട്ട് അവിടം വരെ, പാരഗ്രാഫ് 183 വരെ ഈ റെസ്യൂഡിക്കേറ്റയാണ് ഡിസ്കസ് ചെയ്തേക്കുന്നത്. അതിനു മുഴുവൻ ഉണ്ടായ പാരഗ്രാഫുകൾ ഓൾമോസ്റ്റ് ഈ ദി ഉഷർപ്പേഷൻ ഓഫ് ജുഡീഷ്യൽ പവർ, പാർലമെൻറ്റിൻ്റെ നിയമസഭയ്ക്ക് ജുഡീഷ്യൽ ഡിസിഷൻ അത്
സെറ്റസൈഡ് ചെയ്യാനുള്ള അൺഡു ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്നുള്ള വിഷയം. കോർ ഇഷ്യൂ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടേ ഇല്ല. ഈ ഡാമിൻ്റെ സേഫ്റ്റി എന്നുള്ള ആണ് മെയിൻ ഇഷ്യൂ. അത് ജഡ്മെൻറ്റിനകത്ത് കാര്യമായിട്ട് ഒന്നുമില്ല. മറ്റേ ജഡ്മെൻറ്റിനകത്ത് ഒരു പാരഗ്രാഫ് ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഈ എത്ര പേജുകളുണ്ട്? ഈ 232 പാരഗ്രാഫുണ്ട് ഏകദേശം. അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റിനകത്ത് ഏതാണ്ട് 150 കൂടുതൽ പേജുകളുണ്ട്. 160 പേജുകളുള്ള ജഡ്മെൻറ്റിനകത്ത് ആകെ ഒന്നുണ്ട് ഇത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഈ മെയിൻ ഇഷ്യൂ ഒന്ന് ഡയഗ്രസ് ചെയ്ത് പോയി. അപ്പോൾ അത് കേരള ഗവൺമെൻറ് ചീഫ് മിനിസ്റ്ററോ അല്ലെങ്കിൽ മന്ത്രിമാരോ അല്ലെങ്കിൽ എൻജിനീയേഴ്സാണോ കേസ് ആർഗ്യ കേസ് ആർഗ്യുന്ന വക്കീലന്മാരാണ്. അല്ലെങ്കിലും അതിനകത്ത് ഒരു സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കോടിക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഒരു ഇഷ്യൂവാണ്. ശരിക്കും ഈ സംസ്ഥാന സർക്കാരല്ലേ നമ്മുടെ ജനങ്ങളെ ബാധിക്കുന്ന, ഇതിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പഠനം. കാരണം പൊളിറ്റീഷ്യൻസ് കോമ്പിറ്റൻ്റ് അല്ല, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ജുഡീഷ്യറിൽ ഇരിക്കുന്ന ഒരു കോമ്പിറ്റൻ്റ് അല്ല. ആ സ്ഥിതിക്ക് ഇവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു കോമ്പിറ്റൻ്റ് ഏജൻസിയെ കൊണ്ട് ഒരു പഠനം നടത്തി അവരുടെ ആ പഠന റിപ്പോർട്ടല്ലേ സത്യം പറഞ്ഞാൽ അവർ ജനങ്ങളോടോ അല്ലെങ്കിൽ കോടതിയുടെ മുന്നിലോ വെക്കേണ്ടത്. അവിടെ വന്നാൽ ഗവൺമെൻറ്റിന് ചെയ്യാനുള്ള സ്കോപ്പില്ലായിരുന്നു. കാരണം സുപ്രീം കോടതി ഇടപെട്ടു. സുപ്രീം കോടതി തന്നെ ആദ്യം 2006 ജഡ്മെൻറ്റിനകത്ത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ അവർ സുപ്രീം കോടതി ഇടപെട്ട് അവർ ഹൈപ്പവർ കമ്മിറ്റി സുപ്രീം കോടതി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയാണ് ഇതിനെപ്പറ്റിയുള്ള സ്റ്റെപ്സൊക്കെ എടുക്കുന്നത്. ആ കമ്മിറ്റിയുടെ ഡിസിഷൻ അനുസരിച്ചാണ് സ്ട്രെങ്തനിങ് വർക്കെല്ലാം നടക്കുന്നത്. അതിനുശേഷവും ഈ 2014 ജഡ്മെൻറ്റിനകത്ത് ഒരു എംപവേർഡ് കമ്മിറ്റി ഉണ്ടാക്കി. അത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജസ്റ്റിസ് ആനന്ദും പിന്നെ ജസ്റ്റിസ് കെ ടി തോമസും ജസ്റ്റിസ് എ ആർ ലക്ഷ്മണനും പിന്നെ 2 ടെക്നിക്കൽ മെമ്പറും 5 പേരിനകത്ത് ഡാമിൻ്റെ സേഫ്റ്റിയെ പറ്റിയുള്ള വിഷയത്തിനകത്ത് 5 പേരിൽ 3 പേരും ജഡ്ജിമാരാണ്. 2 സാധു മനുഷ്യർ, 2 പേര് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർ CT താത്തെ ആൻഡ് DK മേത്ത. ഇവർ 2 പേരും കൂടി ഒരു 5 അംഗം എംപവേർഡ് കമ്മിറ്റി ഉണ്ടാക്കി. ഈ സ്ഥലം പോലും കണ്ടിട്ടില്ലാത്ത ആളുകൾ. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് ഈ വിഷയത്തിനകത്ത് ഈ എംപവേർഡ് കമ്മിറ്റിക്ക് അതെല്ലാം കോടതിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കേരള ഗവൺമെൻറ്റിനകത്ത് റോഡില്ല. കേരള ഗവൺമെൻറ് വാസ് ഇൻ എ സെൻസ് ഹെൽപ്ലെസ്. ഇത് സുപ്രീം കോടതി കേസ് വന്നപ്പോൾ ആദ്യം പറയണമായിരുന്നു ഇതൊരു ജസ്റ്റിഷ്യബിൾ ഇഷ്യൂ അല്ല. അതിവിടുത്തെ ഒരു വക്കീലന്മാരും പറയില്ല. ഇപ്പം പറയാം ഏത് ഉദാഹരണം ഇപ്പോൾ കൽക്കട്ടയുടെ ഇഷ്യൂ വന്നു, ഇപ്പോൾ ഒരു റേപ്പിൻ്റെ ഇഷ്യൂ വന്നു. അതൊരു ഇഷ്യൂ ഓഫ് ഗവർണൻസ് ആണ്. സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അറ്റോർണി സോളിസിറ്റർ ജനറൽ പറയേണ്ടത്, അല്ലെങ്കിൽ അറ്റോർണി ഗവൺമെൻറ് വേണ്ടിയുള്ളവർ പറയേണ്ടത് ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂ ആണ്, കോടതിക്കൊന്നും ചെയ്യാനില്ല. അത് എന്തെങ്കിലും സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂ ആണ്. ഇവിടെ പാർലമെൻ്റ് ഉണ്ട്, ഇവിടെ ഗവൺമെൻറ് ഉണ്ട്, അവരാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗവൺമെൻറ്റൽ ഇഷ്യൂസൊക്കെ കുറേ കാലങ്ങളായിട്ട് ഈ PL ബിസിനസ് തുടങ്ങിയ കാലത്തോടെ അത് ലോയേഴ്സിനകത്ത് ഒരുപാട് ഇൻവോൾവ്. കാരണം ഇതെല്ലാം വലിയ പബ്ലിസിറ്റി. അതെ, ഒരു ചെറിയ ചെലവിൽ മാക്സിമം റീച്ചും പബ്ലിസിറ്റിയും കിട്ടാനുള്ള ഒരു മാർഗ്ഗം. ജഡ്ജസ് ഇപ്പോൾ പഴയ ജഡ്ജസും ഗാലറി നോക്കുന്നു. അപ്പോൾ ജഡ്ജസും ഒക്കെ എല്ലാ ദിവസവും പേപ്പറിൽ പേര് വരണം, അങ്ങനെ അവർക്കും പറ്റി. അപ്പോൾ നമ്മുടെ ജഡ്ജസ് അവരിപ്പോൾ ജഡ്ജിമാരെന്നുള്ള അവരുടെ ലിമിറ്റഡ് റോളൊന്ന് വിട്ട് ഗവർണൻസിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ കോടതികളിപ്പോൾ സുപ്രീം ലെജിസ്ലേച്ചർ, സുപ്രീം എക്സിക്യൂട്ടീവ് എല്ലാ അധികാരം ലോകത്ത് സൂര്യൻ്റെ കീഴിലുള്ള ഏത് വിഷയത്തെ പറ്റിയും തീരുമാനം എടുക്കാനൊക്കെ കഴിവുള്ള അധികാരമുള്ള ഒരു ബോഡിയായി മാറി. അപ്പോൾ അതുകൊണ്ടാണ് കേരള ഗവൺമെൻറ് ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അധികാരത്തിലുള്ള കടന്നുകയറ്റം അങ്ങനെയൊന്നും പറയാനൊക്കത്തില്ല. ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഞാൻ വീണ്ടും പറയുകയാണ്. വെൻ പാർലമെൻറ്റ് enacts a law, it is with all our consent. A record of a parliament is binding on all. We are all symbolically present. When a court decides something, we are not there. It is behind our back. Electoral bond കേസ് ഞാൻ പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ട് ശരിയോ തെറ്റോ അതിനകത്ത് എന്താ ഇലക്ട്രൽ ബോണ്ട് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ട അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനാണ്. ഇറ്റ്സ് എ മാറ്റർ വിച്ച് ഫാൾ ഇൻ ദ റിലം ഓഫ് പോളിസി. റൈറ്റ് ഓർ റോങ്, പാർലമെൻറ്റ് ഡിസൈഡഡ്. ഇത് കോർട്ടിന് എന്താ അധികാരം ഇരിക്കുന്നത്? ഇപ്പം പല കാര്യങ്ങളകത്തും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻവോൾവ് ചെയ്താലും കോടതി അധികാരം ഉണ്ടാകണമെന്നില്ല. ഉദാഹരണത്തിന് കോവിഡ് വന്നു, കോവിഡ് റിസ്ട്രിക്ഷൻ നടത്തി, നിങ്ങൾ വീട്ടിൽ ഇറങ്ങാൻ വേണ്ടെന്ന് പറഞ്ഞു. അതെല്ലാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് ജസ്റ്റിഷ്യബിൾ ആകുന്നില്ല. അപ്പോൾ ജസ്റ്റിഷ്യബിൾ ഇഷ്യൂവും അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂവും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പക്ഷേ ഇപ്പം ജഡ്ജിമാരത് എല്ലാം മറന്ന ലക്ഷണമാണ് കാണുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കിയുള്ളൂ, ഇപ്പോൾ കേരള ഹൈക്കോടതിയിലാണെങ്കിലും ഏത് പബ്ലിക് ഇഷ്യൂ ഉണ്ടായാലും ഇപ്പോൾ
കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോടതി ബന്ദ് നിരോധിച്ചു. ഞാൻ ബന്ദിനെതിരാണ്. പക്ഷേ ബന്ദ് നിരോധിക്കാൻ കോടതിക്ക് എന്താ കാര്യം? കോടതി ആരാ അതൊക്കെ പറയും? ഞങ്ങളെ ബന്ദ് നിരോധിക്കണം എന്നുള്ള ഒരു 2 പേറ്റ് കേസ് കൊടുത്തപ്പോൾ അതനുസരിച്ച് ബന്ദ് നിരോധിച്ചു. അതേസമയം ആ കോടതി ഡിസിഷൻ എടുക്കുന്നത് നമ്മുടെ മഹാരാഷ്ട്ര സ്റ്റേറ്റിലെ ജനങ്ങളുടെ കേൾക്കാതെയാണ്. അല്ല, അവരെങ്ങനെ അവരുടെ ഡിസ്ലൈക്ക് അവർ എക്സ്പ്രസ് ചെയ്യും? എന്ത് ഫോമിൽ? ഫണ്ടമെൻ്റലായിട്ട് എ കോർട്ട് ഹാസ് നോ പവർ ടു ബൈൻഡ് ദി പാർട്ടീസ് ഹു ആർ നോട്ട് ബിഫോർ ഇറ്റ്. കോടതിയുടെ മുമ്പിൽ കേസിൽ കക്ഷികളില്ലാത്തവരെ ബൈൻഡ് ചെയ്തൊരു ഓർഡർ പാസ്സാക്കാൻ കോടതിക്ക് അധികാരമില്ല. സോ ഓൾ ദീസ് PA ഡിസിഷൻസ് ആർ എഗൻസ്റ്റ് ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. ഓടി ആൾട്ടറും പാടും എന്നെ കേൾക്കാതെയാണ് PA കോടതി വിധി പാസ്സാക്കുന്നത്. അപ്പോൾ അത് ലാർജർ ഇഷ്യൂ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു ഇഷ്യൂ കൂടി ഞാൻ ചോദിച്ചത് സാർ, അതായത് ഈ ഒരു കോടതി 2 വിധികളിലൂടെ സത്യം പറഞ്ഞാൽ കേരള സർക്കാർ തന്നെ ഒരു ലെതാർജിക് മോഡിലേക്ക് വന്നതിൻ്റെ റീസൺ, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ 2 ജഡ്ജ്മെൻറ്റും അവർക്കൊരു ഷീൽഡാണ്. കാരണം സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് സേഫാണെന്ന് പറയുന്നു. അതല്ലെങ്കിൽ ഇതിന് ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ തകർന്നാൽ സേഫായിട്ട് ഇടുക്കി ഡാമിൽ എത്തുമെന്ന് പറയുന്നു. അന്നേരം അവരെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയുടെ അത്തരത്തിലൊരു ജഡ്ജ്മെൻ്റ് ഉള്ള സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതിൻ്റെ റിസ്ക് എലമെൻറ്റ് സുപ്രീം കോടതിക്കാണ്, അല്ലെ അങ്ങനെ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിലാണ്, അത് ഞങ്ങൾ വിശ്വസിച്ചു, അത് ഒബേ ചെയ്തുകൊണ്ടാണ് എന്നവർക്ക് പറയാനുള്ളൊരു അവസരമല്ലേ ഉള്ളത്? നമ്മൾ പല കാര്യങ്ങളില്ലേ, ഈ പല കാര്യങ്ങളും നമ്മളെല്ലാവരും വി ആർ ഹ്യൂമൻസ്, നമുക്കെല്ലാവർക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടെ ആരെങ്കിലും മനഃപൂർവ്വം എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. സുപ്രീം കോടതി മനഃപൂർവ്വം ചെയ്തതല്ല. ഈ 2006 ജഡ്ജ്മെൻറ്റ് എഴുതി കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് ഈ ഡാം ഇറ്റേണലി സേഫായിരിക്കും എന്ന് പറയുന്നു. അതിൻ്റെ കോൺസിക്വൻസിനെ പറ്റി ചിന്തിച്ചില്ല. മറ്റേ ഡാം തകർന്നാൽ വെള്ളം പെരിയാറിൽ കൂടെ തന്നെ ഇടുക്കിയിലേക്ക് ചെല്ലും. അപ്പോൾ അതിനിടയ്ക്ക് വരുന്ന ആളുകളെപ്പറ്റി ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പോകുന്നുള്ള ഒഴുകി പോകുന്നുള്ള കാര്യം അതൊന്നും കോടതിയുടെ മനസ്സിലുണ്ടായിരുന്നില്ല, പ്രസൻ്റ് ആയിരുന്നില്ല. അതുപോലെ 2014 ജഡ്ജ്മെൻറ്റ് എഴുതുമ്പോഴും ഈ വിഷയങ്ങളൊന്നും ഈ കോടതിയുടെ, കാരണം കോടതിയുടെ ആർഗ്യുമെൻറ്റ്സൊക്കെ ഒരു ടെക്നിക്കലായിട്ട് അങ്ങ് പോകും, തിയറിറ്റിക്കൽ പല ദിവസം ഇങ്ങനെ ആർഗ്യൂ ചെയ്യുന്നു. കൂടുതൽ നമുക്ക് എന്തെങ്കിലും അബദ്ധം വരണമെങ്കിൽ കൂടുതൽ പേജ് എഴുതിയാൽ മതി. അപ്പോൾ ആ തെറ്റ് ആരും മനസ്സിലാക്കിയില്ല. നിങ്ങളുടെ അടുത്തൊരു 10 പേജുള്ള ജഡ്ജ്മെൻറ്റ് ഉണ്ടെന്നാൽ അത് വായിച്ചു കഴിഞ്ഞാൽ തെറ്റും മനസ്സിലാവും. നിങ്ങളുടെ അടുത്തൊരു 1000 പേജുള്ള ജഡ്ജ്മെൻറ്റ് ഉണ്ടെന്നാലോ PNJC കേസ് ജഡ്ജ്മെൻറ്റ് ആരും വായിച്ചു നോക്കിയിട്ടില്ല. എന്നെപ്പോലെയുള്ള ചില വിഡ്ഢികൾ അത് വായിച്ചു നോക്കിയിട്ടുണ്ട്. അല്ലാത്തവരാരും ഇത് വായിച്ചു നോക്കത്തില്ല. ഇത് വായിക്കണമെങ്കിൽ ഒരു 100-1000 പേരുടെ ജഡ്ജ്മെൻറ്റ് വായിക്കണമെങ്കിൽ എത്ര ദിവസം എടുക്കും? അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറയാം, പള്ളിക്കേസിൽ ഇതുപോലെയൊക്കെ സംഭവിച്ചത്. ഈ ഇത്രയും വലിയ ജഡ്ജ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾ അതിനകത്തെ തെറ്റ് മനസ്സിലാക്കിയത് വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് തെറ്റ്. ആരെയും കുറ്റം കൊണ്ടല്ല. ഈ ഹരീഷ് സാൽവെ റെസിഡിക്കേറ്റാന്നുള്ള ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ തമിഴ്നാട് പറഞ്ഞ് റെസിഡിക്കേറ്റാന്നുള്ള ഇഷ്യൂ വന്നപ്പോഴേക്കും ആ റെസിഡിക്കേറ്റായെ പറ്റിയുള്ള ലോകത്തുള്ള ജഡ്ജ്മെൻ്റ് എല്ലാം കൊണ്ടുവന്നു. ഡച്ചസ് ഓഫ് കിൻസ്റ്റൺ കേസ് വരെ കൊണ്ടുവന്നു. അപ്പം അദ്ദേഹത്തിന്റെ പ്രാവീണ്യം അവിടെ അദ്ദേഹം തെളിയിക്കാൻ. അതെ, പക്ഷേ അവിടെ ഡച്ചസ് ഓഫ് കിൻസ്റ്റൺ കേസിന് ഇഷ്യൂ ഈ ഒരാളെ ജാക്ടിഫിക്കേഷൻ ഓഫ് മാരേജ് ആ ഒരു ഡിഗ്രി ഓഫ് നള്ളിറ്റി ചർച്ച് കോടതിയിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് അത് ടെമ്പററി കോടതി അംഗീകരിച്ചില്ല എന്നുള്ള വിഷയം. അപ്പം ആ വിഷയങ്ങളൊന്നും നമ്മുടെ മുല്ലപ്പെരിയാറുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അപ്പോൾ റെസിഡിക്കേറ്റാന്നുള്ള കൺസെപ്റ്റിനെ യാതൊരു പ്രസക്തിയില്ല. ആ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഈ ഇത്രയും ജഡ്ജ്മെൻ്റൊക്കെ സൈറ്റ് ചെയ്യുന്നതിന് പകരം ജസ്റ്റിസ് ലോധർ ബെഞ്ചിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, റെസിഡിക്കേറ്റ പ്രിൻസിപ്പിളിനൊന്നും യാതൊരു പ്രസക്തിയില്ല. ഡാം ഈസ് നോട്ട് എ സ്റ്റാറ്റിക് എൻറ്റിറ്റി. കാരണം റെസിഡിക്കേറ്റ അപ്ലൈക്കർ ആണെങ്കിൽ ഇതല്ല, കോസ് ഓഫ് ആക്ഷൻ ഒന്നായിരിക്കണം, പാർട്ടീസ് ഒന്നായിരിക്കണം. കോസ് ഓഫ് ആക്ഷൻ പ്രീവിയസ് ഡെസിഷനകത്ത് ഡിസൈഡ് ചെയ്തിരിക്കണം ഓൺ മെറിറ്റ്സ്. കോടതിക്ക് അധികാരം ഉണ്ടായിരിക്കണം. ഇങ്ങനെ പല കൺസിഡറേഷൻസ് ഉണ്ട്. ഇതൊന്നും പറയാതെ നേരെ കയറി റെസിഡിക്കേറ്റ ഒരുപാട് ജഡ്ജ്മെൻറ്റൊക്കെ സൈറ്റ് ചെയ്ത് പറഞ്ഞു. ഇത് ഇവിടെ ഈ കേസിന് മാത്രമല്ല പല കേസിനും, ഉദാഹരണമായിട്ട് ഞാൻ പള്ളി കേസിൽ ഇപ്പോൾ പറയാൻ സമയമില്ല, ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ സംഭവിക്കുന്നതാണ്. അപ്പം ഇത് നമ്മുടെ ലീഗൽ സിസ്റ്റം വലിയൊരു ക്രൈസിസിലാണ്. അത് പിന്നെ ഇപ്പോൾ ഇവിടെ പറയാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഓറിയന്റിലേക്ക് പോയാൽ ഇനിയും എന്താണ് നമുക്കൊരു ഇതിനെ റീഓപ്പൺ ചെയ്യാനുള്ള, അല്ലെങ്കിൽ വീണ്ടും ഇതിനൊരു സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാകും? സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഇവിടുത്തെ വക്കീലുമാർ, നമ്മുടെ അഡ്വക്കേറ്റ് ജനറലോ അറ്റോർണി ജനറലോ വക്കീലന്മാരോ പറയില്ല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലീഗൽ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ഒരുമാതിരി അടിമത്തത്തിലാണ് കുറേ കാലമായിട്ട്. പ്രത്യേകിച്ച് കൊളീജിയൻ സിസ്റ്റം വന്നതിന് ശേഷം
എൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊളീജിയൻ സിസ്റ്റം വന്നു കഴിഞ്ഞപ്പോൾ 1993 വന്നു. എന്നാൽ അതായത് ജഡ്ജിമാർ തന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ചെറുപ്പക്കാരനൊരു അഡ്വക്കേറ്റിന് എന്താണ് മനസ്സിലെ ആഗ്രഹം? ഒന്നിൽ ജഡ്ജിയാണ്, അല്ലെ സീനിയർ അഡ്വക്കേറ്റാണ്. അപ്പോൾ ഈ രണ്ടും മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വാ തുറക്കില്ല, ഒരാളെയും പിണക്കില്ല. പിണക്കി കഴിഞ്ഞാൽ രണ്ട് കാര്യം നടക്കത്തില്ല. അങ്ങനെ ഒരു 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 സ്ലേവറി. അപ്പോൾ സുപ്രീം കോടതിയിലാണ് അഡ്വക്കേറ്റ് റെക്കോർഡ് ഒരു അത്ര നല്ല ഭാഷയല്ല ഞാൻ പറയുന്നത്. അവർ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമലാണ്. അഡ്വക്കേറ്റ് റെക്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരക്ഷരം മിണ്ടൂല, ഭയമാണ്. ഒരു പെറ്റീഷൻ കൊടുക്കും. ഞാൻ ആ കർണൻ്റെ കേസിനകത്ത് ഒരു അഡ്വക്കേറ്റ് റെക്കോർഡിന് എനിക്ക് ഒരു കർണന് വേണ്ടി ഒരു വക്കാലത്തിടാൻ ഒരു അഡ്വക്കേറ്റ് റെക്കോർഡ് തയ്യാറായിരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ജഡ്ജിമാർക്ക് ഇഷ്ടപ്പെടില്ല, ഭയം. അപ്പോൾ സുപ്രീം കോടതിയിലെയും ഈ വക്കീലന്മാരൊരു ലോയേഴ്സ് മസ്റ്റ് ബി ഫിയർലെസ്. അതല്ലേ വേണ്ടത്. ദേ ആർ വാരിയേഴ്സ്. ഇപ്പം നിങ്ങൾ ആർമിയിലുണ്ടായിരുന്ന ആളാണ്, രാജ്യത്ത് നിങ്ങൾ മരിക്കാൻ തയ്യാറായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നവരായിരിക്കണം, ഒരു അല്ലാതെ ഭയന്ന് ഭീരിച്ച്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ അഡ്വക്കേറ്റ് സമൂഹം എന്ന് പറയുന്നത് ഭീരുവാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ കുറച്ച് ഗൗരവമായിട്ട് എടുക്കുന്ന ഞാൻ വിചാരിക്കും. ഞാൻ 40 വർഷത്തിൽ കൂടുതൽ പ്രാക്ടീസിലായി. ഇപ്പോൾ എനിക്ക് 66 വയസ്സായി. ഇപ്പോൾ എനിക്കിപ്പോൾ ഞാൻ കരിയർ ഓറിയൻറ്റഡ് അല്ല. ഇപ്പോൾ ആരെന്നെ പ്ലീസ് ചെയ്താലും ഡിസ്പ്ലീസ് ചെയ്ത് പറയാം എന്നാണോ എന്നല്ല ചുരുങ്ങി 20 വർഷമായിട്ടെങ്കിലും ഞാൻ ധൈര്യമായിട്ട് പറയുന്നുണ്ട്. കാരണം ഞാനൊരു ഈ ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് ഈ 2003 തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ കെ ജി ബാലകൃഷ്ണനെതിരെ ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കറപ്ഷൻ ഇഷ്യൂ. അപ്പോൾ അതുകൊണ്ട് ആ ഭയമൊന്നും എനിക്കില്ല. നമുക്ക് ഈ ഒരു മുല്ലപ്പെരിയാർ ഇഷ്യൂവിൽ ഇത് സേഫ്റ്റി ആസ്പെക്ട്സ്, അതായത് നമ്മുടെ മനസ്സിലുള്ള ആശങ്കകൾ പരിഹരിക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു സൊല്യൂഷൻ എങ്ങനെ? ഞാൻ പറയുന്നത് നമുക്ക് ഇതൊരു ഗവൺമെൻറ് ഇഷ്യൂ ആണ്. അപ്പോൾ കോടതി ഷുഡ് സ്റ്റെപ്പ് ബാക്ക്. ഇറ്റ് മസ്റ്റ് സേ യെസ് 2006 and 2014 judgment will not stand in the way of the government or the state government or the central government taking whatever decision it is appropriate. പുതിയ ഡാമാണ് വേണ്ടെങ്കിൽ അത് പറ്റിയ പുതിയ ഡാം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ആരുമല്ല, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ 2 സൊല്യൂഷൻസാണ് മുന്നിലുണ്ടായിരുന്നത്. 2014 ജഡ്മെൻറ്റിനകത്തും അത് വരുന്നുണ്ട്. ഒന്നിൽ ഇപ്പോൾ വാട്ടർ തമിഴ്നാട്ടിലേക്ക് ഉണ്ടായ 106 അടിയിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ടണലുണ്ടാക്കിയ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഈ കുറച്ചും കൂടി താഴെ ഒരു 50 ഫീറ്റിലോ ഒരു പുതിയ ടണൽ, അതായത് വാട്ടർ ലെവൽ പരമാവധി താഴ്ത്തുക ഒരു ഓപ്ഷൻ. എന്നുവെച്ചാൽ ഡീകമ്മീഷൻ ചെയ്യുന്ന സെൻസ് താഴ്ന്ന ലെവൽ 50 അടിയിൽ ഒരു ടണലുണ്ടാക്കി ആ ടണലിൽ കൂടെ വെള്ളം തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ താഴെ എന്താ പറയുക വൈഗൈ ബേസിൻ സ്റ്റോർ ചെയ്യാം. അവിടെ ഒരുപാട് ചെക്ക് ഡാംസ് ഉണ്ടാക്കുക. അതിനെപ്പറ്റി ഒന്നും ടെക്നിക്കലായിട്ട് എനിക്ക് പറയാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ 2014 പറയുന്നുണ്ടോ ജഡ്ജ്മെന്റ്? അതിനകത്ത് പറയുന്നുണ്ട്, അതിൻ്റെ ഓപ്ഷൻ പറയുന്നുണ്ട്. പക്ഷേ കോടതി പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനൊരു ഓപ്ഷൻ വേണമെങ്കിൽ പരീക്ഷിക്കാം. കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടി ആ ഓപ്ഷൻ എനിക്കറിയില്ല ഇതിനെപ്പറ്റി. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു വെറും സാധാരണക്കാരനെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഓപ്ഷൻ വളരെ വർക്കബിളായിട്ട് തോന്നുന്നു. ഇപ്പോൾ ഒരു പുതിയ ടണൽ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ നമ്മുടെ മെട്രോ ശ്രീധർ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ടണൽ ഉണ്ടാക്കാനൊന്നും ഒരു പ്രയാസമില്ല, ടെക്നോളജിയൊക്കെ വളരെ അഡ്വാൻസ് ചെയ്തു. അപ്പം താഴെ കുറേ ചെക്ക് ഡാംസ് ഉണ്ടാക്കി മറ്റു വാട്ടറൊക്കെ സ്റ്റോർ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ രണ്ടാമത്തെ സജഷൻ എന്ന് പറയുന്നത് പുതിയ ഡാം ഉണ്ടാക്കാം. അതിനെപ്പറ്റി 2 വിധത്തിൽ കേൾക്കുന്നു. ഒന്ന്, വലിയ എൻവയോൺമെൻറ്റൽ ഡാമേജ് ഉണ്ടാകുന്നു. കാരണം ഈ സിമിലർ ഇഷ്യൂ വീണ്ടും ഫ്യൂച്ചറിലാണെങ്കിലും വീണ്ടും ഒരു പുതിയ ഡാം ഉണ്ടായാലും അത് ആശങ്ക ഉണ്ടാകും. പ്രശ്നം കേൾക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡാം ടെക്നോളജി കൺസ്ട്രക്ഷനൊക്കെ ഒരുപാട് അഡ്വാൻസ് ചെയ്തു. ഒരു എൻവയോൺമെൻറ്റൽ ഡാമേജും ഇല്ലാതെ ഡാംസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്നും ഞാൻ എനിക്കൊന്നും അറിഞ്ഞു, ഞാൻ എന്താ പറയുക. ഇപ്പം ഞാനിപ്പോൾ സുനിലിനെ പോലെ അത്രയും ഒക്കെ എനിക്ക് ഈ കാര്യത്തിൽ അറിയുള്ളൂ. സുനിലിനേക്കാളും കൂടെ അറിയായിരിക്കും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ പലരുമായിട്ട് സംസാരിക്കുന്നു, വായിക്കുന്നു, അറിയുന്നു. അത്തരത്തിലുള്ള ഒരു ലേമൻ അറിവുകളെ നമുക്കുള്ളൂ, നമ്മൾ എക്സ്പെർട്സ് അല്ല. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി അസർട്ടീവായിട്ടും ഒതറിറ്റേറ്റീവായിട്ടും എനിക്ക് പറയാൻ കഴിയണം. കാരണം എല്ലാം അങ്ങേറ്റം എളിമയോടെ. കാരണം ഇത് റെസിഡ്യൂക്കേറ്റർ എന്നുള്ള കൺസെപ്റ്റ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ പോയി. അതായത് ആ ജുഡീഷ്യറിയുടെ കയ്യിൽ നിന്നും സ്റ്റേറ്റ് ശരിക്കും ആ റോൾ എടുത്ത്
ഫോർ ദ സേക്ക് ഓഫ് എല്ലാ ജനങ്ങളുടെയും നന്മയെ കരുതി അവരല്ലേ അതൊരു ഒരു ഒരു കോമ്പിറ്റന്റ് സ്റ്റഡി നടത്തി ഡിസിഷൻ എടുക്കേണ്ടത്. പാർലമെൻറ്റ് സുപ്രീം കോടതി വിധി ഓവർകം ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റിന് നിയമം ഉണ്ടാക്കാൻ പറയുന്നതെല്ലാം ശുദ്ധവിഡ്ഢിത്തരമാണ്. അത് ഒരുപാട് കാലം കോടതികൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഡെമോക്രസി എന്താണ്? ദി പാർലമെൻറ്റ് ഈസ് സുപ്രീം. പാർലമെൻറ്റ് ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഏത് തീരുമാനവും എടുക്കാം, നിയമം ഉണ്ടാക്കാം. കാരണം പാർലമെൻറ്റ് റെപ്രസെൻറ്റ് വി ദി പീപ്പിൾ. പാർലമെൻറ്റിനകത്ത് ഭരണഘടനയുടെ പരിധി നിന്നുകൊണ്ട് നിയമം എടുക്കാം. അപ്പോൾ ഭരണഘടനാ വിരുദ്ധം ഇപ്പം നമ്മുടെ ഇത് കാരണം ഇനി ഈ ഭരണഘടനയുടെ വിരുദ്ധമായിട്ട് തീരുമാനം എടുക്കുകയാണെങ്കിൽ അൾട്രാ വയസ്സാണ്. അത് റദ്ദാക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. അല്ലാതെ ഞങ്ങളെടുത്ത തീരുമാനം 2006 ഞങ്ങൾ ശരിയാണെന്ന് ഡാം സേഫാണെന്ന് പറഞ്ഞു, അത് ഓവർകം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പാർലമെൻറ്റിന് നിയമസഭയ്ക്ക് നിയമം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. അങ്ങനെ ഒരു ജുഡീഷ്യറി അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് ശരിയല്ല. ജുഡീഷ്യറി ഹമ്പിളായിരിക്കണം. നമ്മൾ നമ്മൾ എറാറെ എസ് ഹ്യൂമനം പെസിവറാറെ എറ്റ് ഡയബോളിക്കം. ടു എർ ഈസ് ഹ്യൂമൻ ബട്ട് ടു പെർസിസ്റ്റ് ഓൺ എറർ ഈസ് ഡയബോളിക്. എനിക്ക് വന്ന് ആരാ പറഞ്ഞ്? പ്ലേറ്റോ ഐ തിങ്ക്. അപ്പോൾ കോടതികളെ തെറ്റിദ്ധരുത്തണം. നമ്മൾ വീണ്ടും ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂലേക്ക് തന്നെ വന്നാൽ, മുല്ലപ്പെരിയാർ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോടതി ഒരു സങ്കീർണമാക്കി, അങ്ങേയറ്റം ഒരു സിമ്പിൾ ഇഷ്യൂ വളരെ സങ്കീർണമാക്കി. എന്താ ഇത് പരിഹരിക്കാൻ എന്താ പ്രയാസം? പുതിയ ഡാം വേണമെങ്കിൽ പുതിയ ഡാം അത് ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. എൻവയോൺമെൻറ്റിനായിട്ട് വലിയ ദോഷമൊന്നും ഇല്ലെങ്കിൽ പുതിയ ഡാം, അല്ലെങ്കിൽ എത്രയോ ലളിതമായിട്ടാണ് ഈ തമിഴ്നാട്ടിലേക്ക് പുതിയ ടണലുണ്ടാക്കി അതാ ഏറ്റവും മിനിമം എക്സ്പെൻഡിച്ചർ, ആർക്കും ഒരു ദോഷമില്ല, തമിഴ്നാടിന് വെള്ളം കിട്ടും, നമുക്കൊരു സേഫ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാം കോടതി മുറിയല്ല അതിൻ്റെ ചർച്ചാ കേന്ദ്രം. ഇതിൻ്റെ തീരുമാനം എടുക്കുന്നത് രണ്ട് ചീഫ് മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്ററും ലീഡർ ഓഫ് ദി ഓപ്പോസിഷനും വിളിക്കണം. ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് അവർ വിളിച്ചിട്ട് അവരിത് പരിഹരിക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്താ ബുദ്ധിമുട്ട്? വളരെ അപ്പം അങ്ങനെ ഇവരെല്ലാവരും ഇൻവോൾവ് ചെയ്ത് ഒരു കൺസെൻസസ്ഡ് ആയിട്ട് വരികയാണെങ്കിൽ പ്രശ്നം പരിഹരിക്കും. ഇപ്പോൾ അതിനകത്തുള്ള ബുദ്ധിമുട്ട് കോടതി കേസ് നടക്കുമ്പോഴേക്കും ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് തമിഴ്നാട്ടിൽ. കേരളത്തിലും പൊളിറ്റിക്സ് ഉണ്ടാവും, ഞാൻ പറയുന്നില്ല. അപ്പോൾ സാധാരണ തമിഴ്നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് അവിടെ ഒരുപാട് ഏതാണ്ട് 2 ലക്ഷം ഏക്കറോളം കൃഷിഭൂമി ഇതുകൊണ്ടാണ് ഇറിഗേഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെയുള്ള സാധാരണ ആളുകൾക്ക് എൻ്റെ മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം പറഞ്ഞ് ഞങ്ങൾക്ക് വെള്ളം നാളെ കിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള തെറ്റായ രീതിയിലുള്ള ധാരണകൾ പോകുന്നു. അപ്പം ആവശ്യമില്ലാതെ തമിഴന്മാരും മലയാളികളും തമ്മിൽ ആവശ്യമില്ലാതെ ഫ്രിക്ഷൻ ഉണ്ടാകുന്നു. നമുക്ക് കേരളത്തിൽ തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കുന്നതിനെ പറ്റി ആർക്കും തർക്കമില്ല. ഇതിനിടയ്ക്ക് ആവശ്യമില്ലാതെ ലീസ് എഗ്രിമെൻറ്റ്, ഇതൊന്നും തർക്ക വിഷയങ്ങളല്ല. അത് കേസ് ഇപ്പോൾ അടുത്ത ദിവസം ജസ്റ്റിസ് ഓക്കാടെ ബെഞ്ച് പറഞ്ഞു അത് ലീസിൻ്റെ ഇഷ്യൂ ഞങ്ങൾ കൺസിഡർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതിന് കേരളത്തിൽ 2 ഇഷ്യൂ, അവർക്ക് വെള്ളം, നമുക്ക് സുരക്ഷ, ഈ 2 ആസ്പെക്ട്സിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്ത് സൊല്യൂഷൻ. അതായത് എനിക്ക് പ്രൈം മിനിസ്റ്റർ കോടതിക്കും പറയാം, let the Prime Minister call for a conference meeting. Let him take the initiative. ഒരു കോടതി പറയാതെ പ്രൈം മിനിസ്റ്റർ ഒന്നേ ചെയ്യേണ്ടതാണ്. അപ്പം ഇത് PA വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഗവൺമെൻറ് ജഡ്ജും കോടതികൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ കോടതിക്ക് വിടുന്നു. ഇത് ഡെമോക്രസിക്ക് തന്നെ വലിയ തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ കേസ് നമ്മൾ ഇത്ര ആളുകളുടെ എല്ലാ ജീവനും വലിയ തെറ്റായി മാറിയിരിക്കുന്നു. അപ്പോൾ ഈ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെസ്സേജ് കുറച്ചെങ്കിലും ആളുകൾ ഇടയിലെത്തും. അതെ, തീർച്ചയായിട്ടും സാറിന് ഇത്രയും വിലപ്പെട്ട സമയം i2 ന്യൂസ് പ്രേക്ഷകരുമായി അങ്ങ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ 2006-ലെയും 2014-ലെയും പുറത്തു വന്ന വിധികളും അതിൻ്റെ എല്ലാ ആസ്പെക്ട്സും അതിൻ്റെ 2 വശങ്ങളും ചർച്ച ചെയ്തു. അന്നേരം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ വിധിയെക്കുറിച്ച് അതുപോലെ ഇതിനൊരു പരിഹാര മാർഗം എന്താണെന്നുള്ള ഒരു വളരെ ലളിതമായ ഭാഷയിൽ അങ്ങ് പറഞ്ഞു തന്നു. അതിന് വളരെയേറെ നന്ദി. എനിക്ക് തോന്നുന്നു ഈ ജഡ്ജ്മെൻറ്റ് ഇപ്പം സുപ്രീം കോടതി എല്ലാം ഒന്ന് ലോക്കൽ ഭാഷയിൽ ട്രാൻസ്ലേഷൻ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. സുപ്രീം കോടതി വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ
ഇപ്പോൾ സാധാരണ ആളുകൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ പ്രയാസമുള്ളവർക്ക് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ വായിക്കാം. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഇത് ജനങ്ങൾക്ക് അത്തരത്തിലൊരു അവയർനെസ് കൊടുക്കുവാൻ വേണ്ടിയാണ് i2i ന്യൂസ് ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ്, ഇത്തരത്തിലുള്ള ലീഗൽ എക്സ്പേർട്സും സയൻറ്റിഫിക് എക്സ്പേർട്സും ടെക്നിക്കൽ എക്സ്പേർട്സുമായിട്ടുള്ള ആളുകളുമായിട്ട് ചർച്ചകൾ നടത്തി പൊതുജനങ്ങൾക്ക് ഒരു അവബോധം കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നോക്കുക, കേരളത്തിലെ സ്ഥിതി, ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂ വളരെയേറെ ചർച്ചാ വിഷയമായി വന്ന സമയത്താണ് ഇപ്പോൾ അടുത്തൊരു കോൺട്രവേഴ്സി കൊണ്ടുവന്ന് ഇതിൻ്റെ അടിയിൽ മൂടിക്കളഞ്ഞു. അന്നേരം അതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തുക്കൾക്കും ഭീഷണിയായി നിൽക്കുന്ന ഒരു ഇഷ്യൂ മറുവശത്ത് വളരെ നാസ്റ്റി ആയിട്ടുള്ള, വളരെ ബോഗസായിട്ടുള്ള ഒരു ഇഷ്യൂ മറ്റൊരു സൈഡിൽ. അന്നേരം ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്കൊരു അവബോധം വന്നാൽ ഇത്തരം ഈ ഐവാഷ് പരിപാടികളിലൊന്നും ജനങ്ങൾ വീണു പോകാതെ അവരുടെ കോർ ഇഷ്യൂ അവർ ഉയർത്താനും മനസ്സിലാക്കാനും ഒരു ലെവലിലേക്ക് അവർ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇത്തരം ചർച്ചകൾ സംഘടിപ്പിക്കുന്നത്. അന്നേരം i2i ന്യൂസ് പ്രേക്ഷകരുമായി അങ്ങയുടെ വിലപ്പെട്ട സമയം പങ്കുവച്ചതിനും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനും വളരെയേറെ നന്ദി. നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.